ബൈബിൾ പരമായ ആരാധന എന്നത് ഞായറാഴ്ചകളിൽ ഗാനങ്ങൾ ആലപിക്കുന്നതിലും പ്രാർത്ഥനകൾ ചെയ്യുന്നതിലും അപ്പുറമാണ്. ആരാധന എന്നാൽ അത് അനുദിനം ക്രിസ്തുവിനു മുമ്പിൽ നമസ്കരിക്കുന്ന ഒരു ജീവിതമാണ്. ആരാധന ഹൃദയത്തിൽ ആരംഭിക്കുകയും നമ്മുടെ ജീവിത രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നതാണ്. ഗ്രീക്ക് ഭാഷയിൽ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രൊസ്കീനയോ എന്നാണ്. ആദരവോടും ബഹുമാനത്തോടും വിധേയത്വത്തോടും കൂടി ഒരാൾ താഴ്ന്ന് നമസ്കരിക്കുന്നതിനെയാണ് ഇത് അടിസ്ഥാനപരമായി സൂചിപ്പിക്കുന്നത്. പുരാതന കാലത്ത് ഒരു രാജാവിൻ്റെ മുമ്പിൽ പ്രജകൾ സ്വീകരിച്ചിരുന്ന എളിമയുടെ ഭാവമായിരുന്നു ഇത്. ഇതൊരു ബാഹ്യമായ പ്രവൃത്തിയിൽ ഉപരിയായിരുന്നു. ആദരിക്കപ്പെടുന്ന വ്യക്തി പൂർണ്ണമായ ഭക്തിക്ക് അർഹനാണ് എന്ന ആന്തരികമായ തിരിച്ചറിവിനെയാണ് അത് പ്രകടിപ്പിക്കുന്നത്. സുവിശേഷങ്ങളിലുടനീളം ആളുകൾ യേശുവിനെ പ്രൊസ്കീനയോ പ്രകടിപ്പിക്കുന്നത് കാണാം. വിദ്വാൻമാർ യേശുക്കുഞ്ഞിനെ ഈ വിധത്തിൽ ആരാധിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ശേഷം ശിഷ്യന്മാർ കർത്താവിനെ ആരാധിച്ചു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 33-ാമത്തെ വാക്യം. അവിടുത്തെ പുനരുത്ഥാനത്തിന് ശേഷവും അവർ കർത്താവിനെ ആരാധിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 17-ാം വാക്യം. അവരുടെ ആരാധന കേവലം വൈകാരികമായിരുന്നില്ല, മറിച്ച് യേശു ദൈവപുത്രനെന്നും അവിടുന്ന് രക്ഷകനെന്നും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ രാജാവെന്നും അറിഞ്ഞ് പ്രതികരിച്ച ആരാധനയായിരുന്നു. ഞായറാഴ്ചകളിൽ നാം യേശുവിനെക്കുറിച്ച് പാട്ടുകൾ പാടുന്നുണ്ടോ എന്നതല്ല, മറിച്ച് യേശു ആരാണെന്നുള്ള വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ മുമ്പിൽ നമസ്കരിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും യേശു കർത്താവ് 1-ാം സ്ഥാനത്തിന് അർഹനാണ് എന്ന് അംഗീകരിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. ദൈവം നമുക്ക് തരുന്നതല്ല ആരാധന, നാം ദൈവത്തിന് കൊടുക്കുന്നതാണത്. കടമ എന്ന നിലയിലല്ല, മറിച്ച് സ്നേഹം, നന്ദി, ആദരവ് എന്നിവയാലുണ്ടാകുന്ന സമർപ്പണത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു പ്രതികരണമാണ് പ്രൊസ്കീനയോ. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, വാക്കുകൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും മാത്രമല്ല, എൻ്റെ തീരുമാനങ്ങൾ, സേവനം, അനുസരണം എന്നിവയിലൂടെ അങ്ങയെ ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.